ഈ ഒന്നാം പിണറായി സർക്കാരിന്റെയും VS-ന്റെയും ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക്, അല്ലെങ്കിൽ അത് ഓർമ്മിപ്പിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. അതാണ് നിലമ്പൂരിൽ താഴെത്തട്ടിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നത് സംഘടനാ വീഴ്ചയാണ്. ഒന്നാം പിണറായി സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളുടെ തുടർച്ച രണ്ടാമത് ഉണ്ടായിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പ്രതികരണത്തെ വ്യാഖ്യാനിക്കാൻ മുതിർന്ന നേതാവിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്ന ഈ പ്രതികരണത്തെ വിലയിരുത്താൻ ആഗ്രഹിക്കുന്നത് ശ്രീ N. ശ്രീകുമാർ? ശ്രീ N. ശ്രീകുമാർ കേൾക്കാമെങ്കിൽ. ശ്രീകുമാർ താങ്കൾ കേൾക്കാമെങ്കിൽ ഇതാണ് AK ബാലൻ പ്രതികരിച്ചിരിക്കുന്ന മുതിർന്ന നേതാവ്. അതായത് ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ, താഴെത്തട്ടിലേക്ക്, നിലമ്പൂരിലെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പാർട്ടി സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടില്ല, പിഴവ് സംഭവിച്ചു. ഒന്നാം പിണറായി സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് തുടർച്ച ഉണ്ടായിട്ടില്ല രണ്ടാം പിണറായി സർക്കാരിലേക്ക് എത്തുമ്പോൾ എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പരാമർശങ്ങൾ. അതായത് കേരളത്തിലെ ഗവൺമെന്റ് പ്രവർത്തനങ്ങൾ, നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള CPM-ന്റെ ഈ പറച്ചില് രാജ്യത്ത് ആ തെരഞ്ഞെടുപ്പിന്റെ ദിവസം പരാജയപ്പെട്ട സ്ഥാനാർത്ഥിയും ഇത് തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവർ ഇത്രയും കാലം എന്ത് ചെയ്യുകയായിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. കാരണം ഇത്രയധികം പബ്ലിക് റിലേഷൻസ് വർക്കിന് വേണ്ടി പണം ചിലവാക്കിയ ഗവൺമെന്റ് ഇല്ല. അപ്പൊ ആ പണമെല്ലാം പാഴായി എന്നാണ് അതിന്റെ അർത്ഥം. രണ്ടാമത്തെ കാര്യം, പാർട്ടി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ എന്തുകൊണ്ട് എന്നൊരു ചോദ്യമുണ്ട്. അവിടെ ചില ഉപരിപ്ലവമായിട്ടുള്ള ചർച്ചകൾക്ക് മണ്ഡലം കൊണ്ടുപോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഈ മത സാമൂഹിക സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട ബാന്ധവങ്ങൾ, അതൊക്കെ ചർച്ചയ്ക്ക് കൂടുതൽ അതിന് വഴിമരുന്നിട്ടു എന്നുള്ളതാണ് പറയുന്നത്. അതിന് മാധ്യമങ്ങൾക്കൊക്കെ ഉള്ള രീതിയിലുള്ള നിലയിലേക്കുള്ള വിമർശനങ്ങളിലേക്കൊക്കെ അദ്ദേഹം ഒരുപക്ഷെ പോയിരിക്കാം. അല്ല, അതല്ല. അതായത് അതല്ല വിഷയമല്ല. അതായത് ഇവര് ഇപ്പോൾ പറയുന്ന തെരഞ്ഞെടുപ്പ് കാലത്ത് വന്ന ചർച്ചകളെ കുറിച്ചല്ലേ. ഇവർ ഈ 9 വർഷം ഭരിച്ചിട്ട് ഈ 9 വർഷത്തെ അവരുടെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ എന്തുകൊണ്ട് പാർട്ടിക്ക് കഴിയില്ല എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം നേട്ടങ്ങൾ ഇല്ലെന്നാണ്. നേട്ടങ്ങൾ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് CPM പ്രവർത്തകർക്ക് അവരുടെ ഭവന സന്ദർശനം നടത്താമായിരുന്നു. അവർ ഭവന സന്ദർശനം നടത്തിയ തൃക്കാക്കര കാലത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അവിടെ തൃക്കാക്കര പറഞ്ഞത് കേരളയിലെന്നൊരു വികസനമാണ്. പക്ഷെ പിന്നീട് അവർക്ക് ഒന്നും പറയാനുണ്ടായില്ല. അപ്പൊ പറയാനില്ലാതെ ഇവർക്ക് എന്താണ് അവർ പറയുക? അപ്പൊ അവസാനം തോറ്റു കഴിയുമ്പോൾ ഞങ്ങൾക്ക് നേട്ടമുണ്ട് പക്ഷെ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് ആര് വിശ്വസിക്കാനാണ്? ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൈനംദിന ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നവകേരള സദസ്സിന് സാധിച്ചിട്ടില്ല. അന്നത്തെ പരാതികൾ കൊടുത്തവര് ഇന്നും കാത്തിരിക്കുകയാണ്. അതിനുശേഷമുള്ള അവരുടെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭാ വാർഷിക പര്യടനത്തിൽ വാങ്ങിയ പരാതികൾക്ക് പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല. അപ്പൊ അവര് പറയുന്നത് കഴിയുന്ന ഭാഷയിലാണ് ശ്രീ AK ബാലൻ പറയുന്നത്. അപ്പോൾ CPM-നുള്ളിൽ ഈ വിലയിരുത്തലുകളിന്റെ ദിവസങ്ങളിലേക്ക് പോവുകയാണ്. പാർട്ടി മിഷണറീസ്, അതായത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നു, പിന്നാലെ സംസ്ഥാന സമിതി യോഗം ചേരും. അപ്പോൾ ഉണ്ടാകുന്ന അമർഷങ്ങൾ, ഉരുത്തിരിയാൻ സാധ്യതയുള്ള അമർഷങ്ങളൊക്കെയാണോ ഇപ്പോൾ AK ബാലന്റെ വാക്കുകളിലൂടെയൊക്കെ കാണാൻ കഴിയുന്നത്? അതായത് CPM-ന്റെ എന്ത് വിലയിരുത്തൽ നടത്തുന്നതാണ് നമ്മൾ പറയുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം വിലയിരുത്തൽ നടത്തേണ്ടത് ഒരാൾ മാത്രമേ ഉള്ളൂ. അത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹം നടത്തുന്ന വിലയിരുത്തൽ പാർട്ടി ഏറ്റുപറയും. പാർട്ടിക്ക് വിലയിരുത്താനുള്ള സമയമാണെങ്കിൽ പാർട്ടി കഴിഞ്ഞ കുറെ നാളുകളായി പാർട്ടിയും ഗവൺമെന്റും നടത്തുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് LDF ആണ് വിലയിരുത്തേണ്ടത്. LDF-ന്റെ യോഗം അവർ ചേരാൻ ശ്രമിക്കുന്നില്ലല്ലോ. CPI-യുടെ പരാതി അതല്ലേ. ഒരുപാട് വിഷയങ്ങൾ പാർട്ടി സ്വന്തമായി ഓരോ നേതാക്കൾ എടുക്കുകയല്ലേ. രാഷ്ട്രീയ വിഷയങ്ങളാണെങ്കിലും അതുപോലെ സാമൂഹ്യ പ്രശ്നങ്ങളാണെങ്കിലും ഏത് നേതാവാണോ മൈക്കിന് മുമ്പിൽ വരുന്നത്, ഏത് നേതാവാണോ പത്രലേഖകർക്ക് മുമ്പിൽ വരുന്നത്, അവർക്ക് ഇഷ്ടമുള്ളത് പറയുകയല്ലേ. പാർട്ടി നിലപാട് എന്നുള്ളത്, അതായത് ജനങ്ങളെ ബോധ്യപ്പെടുത്താവുന്ന രീതിയിൽ ശാസ്ത്രീയമായി പാർട്ടി നേതാക്കൾ കൂട്ടായിരുന്ന് തീരുമാനം എടുക്കണമെന്നാണ് പാർട്ടിയുടെ തത്വശാസ്ത്രം. അതവർക്ക് പാലിക്കാൻ കഴിയാത്ത എന്തുകൊണ്ടാണ്